ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്രീം ബണ്ണിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കാറുള്ള പോലത്തെ ക്രീം ബണ്ണുകളൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിലും റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഞാൻ ഇന്ന് ഇത് എണ്ണയിൽ വറുത്തെടുത്തിട്ടാണ് ഈ ബണ്ണുകളൊക്കെ റെഡിയാക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കും വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ക്രീം ബൺ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബണ്ണ് റെഡിയാക്കാനായിട്ട് ഈസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3/4 കപ്പോളം പാലെടുത്തിട്ടുണ്ട്. ഇത് ചെറു ചൂടുള്ള പാലാണ്. ഇതൊരു മിൽക്ക് ബണ്ണായതുകൊണ്ട് നമ്മളിത് വെള്ളം ചേർക്കാതെ പാലിലാണ് ഇതിൻ്റെ മാവ് കുഴച്ചെടുക്കുന്നത്. ആദ്യം തന്നെ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ പഞ്ചസാര ഈ പാലിൽ നല്ലപോലെ ഒന്ന് അലിയിച്ചെടുക്കണം. ഈ പാലിന് ചെറിയ ചൂടുണ്ടെങ്കിൽ ഈസ്റ്റ് കറക്റ്റായിട്ട് പൊങ്ങി വരില്ല കേട്ടോ. അതുപോലെ തന്നെ ചൂട് വളരെ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഈസ്റ്റ് കറക്റ്റായിട്ട് പൊങ്ങി വരില്ല. ഇപ്പം ഞാൻ പഞ്ചസാരയൊക്കെ നല്ലപോലെ അലിയിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഈസ്റ്റാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ ഈസ്റ്റാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 1 ടീസ്പൂൺ ഈസ്റ്റിന് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര എന്നുള്ള അളവിൽ വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. പഞ്ചസാരയും കൂടി ചേർത്താലേ ആ ഒരു ഈസ്റ്റ് കറക്റ്റായിട്ട് പൊങ്ങി വരുള്ളൂ കേട്ടോ. പഞ്ചസാര കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങി വന്നതിന് ശേഷം നമുക്ക് പഞ്ചസാര എക്സ്ട്രാ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഈ ഈസ്റ്റും കൂടി ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് മൂടി വയ്ക്കണം. അപ്പോഴത്തേക്കും ഇതൊന്ന് നന്നായിട്ടൊന്ന് പൊങ്ങി വരും കേട്ടോ. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈസ്റ്റൊക്കെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണും കൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഈസ്റ്റ് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ചേർത്ത് ഞാനിപ്പോൾ മൊത്തം 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഈ ബണ്ണിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കാം. നമ്മളിതിലേക്ക് മൈദ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ പഞ്ചസാര അലിഞ്ഞ് വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അത് കാരണം കൊണ്ട് പഞ്ചസാര നല്ലപോലെ അലിയിച്ചെടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയിരിക്കുന്ന മൈദയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നല്ലപോലെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് അളന്ന് വെച്ചിട്ടുള്ള 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് 250 ml കപ്പിൽ ഞാൻ മെഷർ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് മെഷറിംഗ് കപ്പ് ഇല്ലെങ്കിൽ സാധാരണ ഏതെങ്കിലും ഒരു കപ്പ് വെച്ചിട്ട് അളന്നെടുത്താൽ മതി കേട്ടോ. പഞ്ചസാര നന്നായി അലിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് ഈ അളന്ന് വെച്ചിട്ടുള്ള മൈദ കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ ബണ്ണിന് മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് മധുരം ചേർത്ത് കൊടുക്കാം. പക്ഷേ അത്രയധികം മധുരത്തിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. കാരണം നമ്മളിതിൽ ക്രീം ബണ്ണാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ക്രീമിനകത്ത് നല്ലപോലെ മധുരം ഉണ്ടായിരിക്കും. അത് കാരണം കൊണ്ട് ബണ്ണിന് കുറച്ച് മധുരം കുറവാണെന്നുണ്ടെങ്കിലും കുഴപ്പമുണ്ടാവില്ല. അപ്പം നമ്മൾ ഈ ബണ്ണിനുള്ള മാവ് ഇതുപോലെ ആദ്യം തന്നെ ഒരു സ്പൂൺ വെച്ച് മിക്സ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കയ്യിലധികം ഒട്ടി പിടിക്കില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തത്. ഇനി നമുക്കിതൊന്ന് കൈ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഞാനിതിന് മുമ്പ് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാവുന്ന എഗ്ലെസ് ബർഗർ ബണ്ണിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാൻ പറ്റുന്ന ബണ്ണിൻ്റെ റെസിപ്പിയും കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കട്ടെ. അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഞാനതിൻ്റെ 2 വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. അപ്പം ഞാൻ ഈ ബണ്ണിനുള്ള മാവ് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഒരുപാട് കുഴച്ചിട്ടില്ല. ജസ്റ്റ് ആ ഒരു പാലിലേക്ക് മൈദ നല്ലപോലെ ഒന്ന് മിക്സ് ആവുന്ന നിലയ്ക്ക് ചെറുതായിട്ടൊന്ന് കുഴച്ചിട്ടേ ഉള്ളൂ. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 3 ടീസ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിന്ന് മിൽമയുടെ അൺസോൾട്ടഡ് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 3 ടീസ്പൂൺ ബട്ടർ നമുക്ക് ഈ മാവിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇതൊന്ന് കുഴച്ചെടുക്കണം. ഒരു 10-15 മിനിറ്റ് എങ്ങാനും നല്ലപോലെ കുഴച്ചെടുത്താൽ ഈ മാവ് നല്ലപോലെ സോഫ്റ്റായിട്ട് വരുള്ളൂ കേട്ടോ. ഇപ്പം ഞാൻ ഈ 3/4 കപ്പ് പാലിലേക്ക് ഈ 2 കപ്പ് മൈദ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിത് ആദ്യം കുഴയ്ക്കുമ്പോൾ കുറച്ച് നനവ് കൂടി പോയ പോലെ തോന്നുമായിരിക്കും. പക്ഷേ അങ്ങനെയൊന്നും കുഴപ്പമില്ല കേട്ടോ. ഇത് നമ്മൾ നന്നായി കുഴച്ച് വരുന്നതിനനുസരിച്ച് ഈ മാവ് ഒന്ന് സ്റ്റിഫായിട്ട് വരും. അപ്പോൾ ഈ കൂടുതലായിട്ടുള്ള ഈ നനവൊക്കെ ഒന്ന് കുറയും കേട്ടോ. ഇതിന് ബണ്ണ് അതുപോലെ ബ്രെഡൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനുള്ള മാവ് നമ്മൾ നല്ലപോലെ കുഴച്ചെടുക്കണം. എന്നാലേ അത് നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ. ഇപ്പോൾ ഞാൻ ഈ ബണ്ണിനുള്ള മാവ് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബട്ടറും കൂടി ചേർത്ത് കുഴക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മാവ് നല്ലപോലെ സോഫ്റ്റായിട്ട് കിട്ടും. ഇതിപ്പോൾ ഈ മാവ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകുമായിരിക്കും. മുമ്പത്തേക്കാളും നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മളിതിങ്ങനെ വലിക്കുമ്പോൾ നല്ലപോലെ സ്ട്രെച്ചബിളാണ്.
അപ്പോൾ നമ്മൾ ബണ്ണിനുള്ള മാവൊക്കെ റെഡിയാക്കുമ്പോൾ എന്തായാലും ഒരു 10-15 മിനിറ്റോളം നന്നായിട്ട് ഈ മാവൊന്ന് കുഴച്ചെടുക്കണം. ബണ്ണായാലും ബ്രെഡായാലും അങ്ങനത്തെ ഐറ്റംസൊക്കെ റെഡിയാക്കുമ്പോൾ ഈ മാവ് നല്ലപോലെ കുഴച്ചെടുത്താലേ അത് അത്രയും നന്നായിട്ട് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കുമ്പോൾ ഇത് ഒരുപാട് ഹാർഡാക്കിയിട്ട് കുഴച്ചെടുക്കരുത്. നമ്മൾ ഈ മാവ് ഇങ്ങനെ കയ്യിലെടുത്ത് വെച്ച് നോക്കുമ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ കിട്ടണം. അപ്പോൾ ഈ മാവ് കുഴച്ചെടുത്തതിൻ്റെ ഒരു പാകം മനസ്സിലാക്കാനായിട്ട് ഞാനിതൊരു മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഈ മാവ് ഇതുപോലെ 2 കൈ കൊണ്ട് ഇതൊന്ന് വലിച്ചു നോക്കുക. അപ്പോൾ വലിക്കുമ്പോൾ ഈ മാവ് ഇതുപോലെ കീറാതെ ഇങ്ങനെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ കുഴച്ചിരിക്കുന്ന ആ ഒരു പാകം കറക്റ്റാണ്. നമ്മളിതിങ്ങനെ വലിക്കുമ്പോൾ ഇതിങ്ങനെ ഉള്ളിലിങ്ങനെ കീറി വരികയാണെന്നുണ്ടെങ്കിൽ അത് കുഴച്ചിട്ടുള്ളത് പോരാ. അപ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് അതൊന്ന് ആ മാവ് കുഴച്ചെടുക്കേണ്ടി വരും. ഇപ്പം ഞാൻ ബണ്ണിനുള്ള മാവ് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉരുട്ടിയെടുത്ത് വയ്ക്കാം. അപ്പോൾ നമ്മളിതിങ്ങനെ കയ്യിലെടുക്കുമ്പോൾ ഇത് നമ്മുടെ കയ്യിൽ ഇതുപോലെ ഒട്ടും. പക്ഷെ നമ്മളുടെ കയ്യിൽ ആ മാവ് ഒട്ടി പിടിക്കില്ല. പക്ഷെ നമുക്കിതിങ്ങനെ തൊടുമ്പോൾ അത് ഒട്ടി പിടിക്കുന്ന പോലെ തോന്നും. ഈ ഒരു പാകത്തിൽ വേണം നമ്മൾ ഈ മാവൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് ഈ മാവ് ഈ പാത്രത്തിലേക്ക് തന്നെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ പാത്രത്തിലേക്ക് ആദ്യം തന്നെ കുറച്ച് എണ്ണയാക്കി കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ഈ മാവ് പൊങ്ങി വരുമ്പോൾ അത് ഈ പാത്രത്തിലൊട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് കൈ കൊണ്ട് ഒന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഈ മാവ് വെച്ച് കൊടുക്കാം. ഈ മാവിൻ്റെ മുകളിലേക്കും ഞാൻ കുറച്ച് എണ്ണ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മാവ് പൊങ്ങി വരുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗം ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഈ മാവ് ഒന്ന് പൊങ്ങി വരാനായിട്ട് ഒരു 2 മണിക്കൂർ നേരത്തേക്ക് ഇതുപോലെ ഒന്ന് മൂടി വെക്കണം. ഇപ്പോൾ 2 മണിക്കൂർ സമയം കഴിഞ്ഞിട്ടുണ്ട്. മാവ് നമ്മൾ മുമ്പ് വെച്ചതിനേക്കാളും നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. മാവ് പൊങ്ങി വരാനുള്ള സമയം എന്ന് പറയുമ്പോൾ നമ്മുടെ റൂം ടെമ്പറേച്ചറിനനുസരിച്ചിരിക്കും. ഇപ്പോൾ ചൂടുകാലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ കുറച്ച് ചൂട് കിട്ടുന്ന സ്ഥലത്തൊക്കെ കൊണ്ട് മാവ് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ പൊങ്ങി വരും. ഒരു 1-1.5 മണിക്കൂറൊക്കെ എടുക്കുള്ളൂ. അതല്ല തണുപ്പ് കാലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ മാവ് പൊങ്ങി വരാനായിട്ട് കുറച്ചധികം സമയമെടുക്കും. ഇതിനകത്ത് മുഴുവൻ എയർ ബബിൾസ് ആയിരിക്കും കേട്ടോ. നമ്മൾ ഈ മാവിൽ തൊടുമ്പോഴേക്കും ഈ മാവൊക്കെ താഴ്ന്നു പോവും. അപ്പോൾ ഇതിനകത്ത് എയർ ബബിൾസൊക്കെ പോകുന്ന നിലയ്ക്ക് ഇത് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ മുമ്പ് അത്രയധികം സമയം കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതിനകത്തെ എയർ ബബിൾസൊക്കെ ഒന്ന് പോകുന്ന നിലയ്ക്ക് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. ഇപ്പം ഞാൻ ഈ മാവ് ഒന്നും കൂടി ചെറുതായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് എയർ ബബിൾസൊക്കെ ഇപ്പോൾ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനെ ക്രീം ബണ്ണ് പോലെ നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാനായിട്ട് ഞാൻ ഈ മാവ് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് നീളത്തിലൊന്ന് ആക്കി കൊടുത്തിട്ട് കത്തി കൊണ്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ബോളുകളായിട്ട് ഉരുട്ടിയെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്തേ ഉള്ളൂ. അതുപോലെ ഞാൻ ഈ ബണ്ണുകളൊന്നും ഒരുപാട് വലുപ്പത്തിൽ ഉരുട്ടിയെടുക്കുന്നില്ല. ഞാനിപ്പോൾ ചെറിയ സൈസിലാണ് ഇത് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ ഈ ഒരു വലുപ്പത്തിൽ നമ്മൾ ഈ ബോളുകളൊക്കെ ഉരുട്ടി വെച്ചാലും ഇതൊരു 15 മിനിറ്റ് വെച്ചതിന് ശേഷമേ നമ്മളിത് വറുത്തെടുക്കുള്ളൂ. അപ്പോൾ ആ സമയം കൊണ്ട് ഈ മാവ് ഒന്നും കൂടി വലുതായി വരും. ഇപ്പോൾ ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് ഈ ബണ്ണിൻ്റെ മാവ് ഞാൻ ഉരുട്ടിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഇത് ഈ ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ പ്ലേറ്റിലേക്കും കൂടി കുറച്ച് എണ്ണ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ എണ്ണ ആക്കി കൊടുത്തിട്ട് അതിന് മുകളിലേക്ക് ബണ്ണിൻ്റെ മാവ് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് വറുക്കാനെടുക്കുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ ഈ പാത്രത്തിൽ നിന്ന് എടുക്കാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ പാത്രത്തിൽ ചിലപ്പോൾ ഒട്ടി പിടിക്കും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിലും കൂടി കുറച്ച് എണ്ണ ആക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ബണ്ണിനുള്ള മാവൊക്കെ ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 കപ്പ് മൈദ എടുത്തതിൽ ഇതുപോലെ 7 ബോളുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ഈ ഒരു ചെറിയ സൈസിലാണ് ഉരുട്ടിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം വെച്ചതൊക്കെ ചെറുതായിട്ട് പൊങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു 10-15 മിനിറ്റ് നേരം ഇങ്ങനെ വെക്കണം. അപ്പോൾ ഈ മാവ് ഒന്നും കൂടി ചെറുതായിട്ടൊന്ന് പൊങ്ങി വരും. അതിന് ശേഷമാണ് നമ്മളിത് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ഈ ബോളുകളൊക്കെ ചെറുതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ബണ്ണ് ഉണ്ടാക്കാൻ പോകുന്നത് ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യാനുമല്ല, അതുപോലെ തന്നെ ആവിയിൽ വേവിച്ചെടുക്കുകയല്ല. നമ്മൾ ഇന്ന് എണ്ണയിൽ വറുത്തെടുത്തിട്ടാണ് ഈ ബണ്ണുകളൊക്കെ റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ബണ്ണ് റെഡിയാക്കാനായിട്ട് ഇവിടെ ഒരു പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ ബോളുകളായിട്ട് ഇട്ട് കൊടുക്കാം. തീ നല്ലപോലെ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ. കുറച്ച് സമയം എടുക്കും ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വരാനായിട്ട്. കാരണം ഇതിനകത്ത് മാവ് മുഴുവനായിട്ട് വെന്ത് ഒന്ന് പൊങ്ങി വരണമല്ലോ, ബ്രെഡ് പോലെ ആവണം.
അപ്പോൾ ആ ഒരു സമയം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിത് ചെറിയ തീയിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഇത് കളർ മാറിപ്പോവും, പിന്നെ നമുക്കത് ഉള്ളിലൊന്നും വെന്തിട്ടുണ്ടാവില്ല. അത് കാരണം കൊണ്ട് ചെറു തീയിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. നമ്മളിത് എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് ചിലപ്പോൾ ഇതിൻ്റെ ഷേപ്പ് ഒക്കെ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്നൊക്കെ വരും. പക്ഷേ ഇത് എണ്ണയിൽ കിടന്ന് വറുത്ത് കഴിയുമ്പോൾ അത് കറക്റ്റായിട്ട് പൊങ്ങി വന്ന് നല്ലൊരു റൗണ്ട് ഷേപ്പിലായിട്ട് കിട്ടും കേട്ടോ. ഈ ബണ്ണ് ഇടയ്ക്കൊന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുക്കുക. ഇപ്പം നമ്മൾ ആദ്യം ഇട്ടതിനേക്കാളും വിട്ട് ഒന്നും കൂടി ഒന്ന് പൊങ്ങി നല്ലൊരു റൗണ്ട് ഷേപ്പിലായി വന്നിട്ടുണ്ട്. ഇത് നല്ലൊരു ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് സാധാരണ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന ക്രീം ബണ്ണ് കണ്ടിട്ടില്ല, ആ ഒരു കളറിൽ ഇത് ആയി വരണം. നമ്മളിത് ഹൈ ഫ്ലെയിമിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കളർ മാറി കിട്ടൂട്ടോ, പക്ഷേ ഇത് ഉള്ളിൽ വെന്തിട്ടുണ്ടാവില്ല. അത് കാരണം കൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്രീം ബണ്ണിനുള്ള ബണ്ണ് ഫ്രൈ ചെയ്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതിപ്പോൾ നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇത് നമ്മൾ എണ്ണയിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റിനുള്ളിൽ ഇതൊന്നും കൂടി ചെറിയതായിട്ടൊന്ന് കളർ കൂടും. അപ്പോൾ നമുക്ക് ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയിരിക്കുന്ന ബണ്ണുകളും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതുപോലെ ഇതിൽ ഒട്ടും എണ്ണ കുടിക്കില്ല കേട്ടോ. ഇപ്പോൾ ഈ ഉള്ള എണ്ണയൊക്കെ നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചതിന് ശേഷം ഇത് പെട്ടെന്ന് തന്നെ ഇതിനകത്തുള്ള എണ്ണയൊക്കെ പോയി കിട്ടും. ഇപ്പോൾ ഞാൻ ബണ്ണെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ പുറം ഭാഗം ഇപ്പോൾ ചെറിയൊരു ക്രിസ്പിയാണ്, പക്ഷേ ഇതൊന്ന് ചൂടാറി കഴിയുമ്പോൾ ഇത് നല്ലപോലെ ഒന്ന് സോഫ്റ്റായി വരും. അപ്പോൾ ഇതൊന്ന് ചൂടാറുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിനകത്ത് വെക്കാനുള്ള ക്രീം ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ക്രീം ബണ്ണിന് ഫില്ലിംഗ് ആയിട്ട് വെച്ച് കൊടുക്കാൻ പോകുന്നത് ബട്ടറും ഷുഗറും ചേർത്തിട്ടുള്ള മിക്സാണ്. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു 4 ടേബിൾ സ്പൂണോളം ബട്ടർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഞാൻ പിന്നെ നേരത്തെ പറയാൻ വിട്ടുപോയ കാര്യം, നമ്മൾ ബണ്ണ് ഉണ്ടാക്കാനായിട്ട് എടുത്തപ്പോഴും നമ്മൾ ചേർത്ത് കൊടുത്ത ബട്ടർ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്. അപ്പോൾ ആദ്യം തന്നെ ഈ ബട്ടർ നന്നായിട്ടൊന്ന് അടിച്ചത് നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. ഇത് ഓൾറെഡി റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആയതുകൊണ്ട് ഇത് ഒന്നാമത് നല്ലപോലെ സോഫ്റ്റ് ആയിരിക്കും. എന്നാലും ഒന്നും കൂടി ഒന്ന് നമുക്കിതൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇന്ന് ബീറ്റർ വെച്ചിട്ടാണ് ഇത് അടിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ബീറ്ററിൻ്റെ ഒരു ബ്ലേഡ് മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ബീറ്റർ ഇല്ലയെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഈ ബട്ടർ നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബട്ടർ നല്ലപോലെ സോഫ്റ്റായി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇത് അടിക്കാൻ പോകുന്നത്. ബട്ടർ ഞാൻ നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് പൊടിച്ച പഞ്ചസാരയാണ്. ഇതൊരു 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുള്ള അളവാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്കിത് കുറേശ്ശെയായിട്ട് ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ട് പഞ്ചസാരയും കൂടി ചേർത്തിട്ടൊന്ന് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഈ ബട്ടറിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന പഞ്ചസാര നല്ലപോലെ പൊടിയായിട്ട് പൊടിച്ചെടുക്കണം. എന്നാലേ നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്ന ഈ ക്രീം നല്ലപോലെ സോഫ്റ്റായിട്ട് വരുള്ളൂ. പഞ്ചസാരയിൽ ചെറിയ ചെറിയ തരികളുണ്ടെന്ന് വെച്ചാൽ നമ്മൾക്കത് കറക്റ്റായിട്ട് ക്രീം പോലെയായിട്ട് കിട്ടില്ല. അത് കാരണം കൊണ്ട് പഞ്ചസാര പൊടിക്കുമ്പോൾ നല്ല പൊടിയായിട്ട് പൊടിച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ പഞ്ചസാരയും ബട്ടറും ചേർത്തിട്ട് നല്ലപോലെ അടിച്ച് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലൊരു സോഫ്റ്റ് ക്രീമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ക്രീം ബണ്ണിനകത്തേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ബട്ടർ അടിച്ചെടുക്കുന്ന നേരം കൊണ്ട് ബണ്ണുകളൊക്കെ നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് കത്തി വെച്ചിട്ട് ഇതൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ മുറിക്കുമ്പോൾ ഇതുപോലെ ബണ്ണിൻ്റെ നടുഭാഗം വെച്ചിട്ടൊന്ന് മുറിക്കുക. മുഴുവനായിട്ട് മുറിച്ചത് 2 പീസാക്കിയിട്ട് എടുക്കണ്ട. ഇതിൻ്റെ സൈഡിൽ കുറച്ച് പോർഷൻ ഞാൻ മുറിക്കാതെ വിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് എളുപ്പത്തിൽ ഈ ക്രീം വെച്ചിട്ട് ഇത് അടച്ചു വയ്ക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഉൾഭാഗം കണ്ടാൽ മനസ്സിലാവും. ആ മാവൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ശരിക്കും ബണ്ണിൻ്റെ പോലെ തന്നെ ഉള്ളിൽ നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ആദ്യം തന്നെ ഈ ബണ്ണുകളൊക്കെ ഒന്ന് മുറിച്ച് വയ്ക്കാം. ഇപ്പം ഞാൻ ബണ്ണുകളെല്ലാം നടുവേ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ നടുവിലായിട്ട് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ബട്ടറും പഞ്ചസാരയും ചേർത്തിട്ടുള്ള ആ ഒരു ക്രീം നമുക്ക് ഇതിനകത്ത് വെച്ച് കൊടുക്കാം. നമ്മളിപ്പോൾ ഈ ഇതിനകത്ത് വെച്ച് കൊടുക്കുന്ന ഫില്ലിങ്ങിൽ നമ്മൾ വേറെ ഒന്നും ചേർത്തിട്ടില്ല. ബട്ടറും പഞ്ചസാരയും മാത്രം നന്നായിട്ടൊന്ന് അടിച്ച് ക്രീം പോലെ ആക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് കുറേശ്ശെയായിട്ട് നമുക്ക് ഈ മുറിച്ചെടുത്ത് വയ്ക്കുന്ന ബണ്ണിൻ്റെ നടുവിലായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. ബണ്ണ് നല്ലപോലെ ചൂടാറിയതിന് ശേഷമേ നമ്മൾ ഇതിനകത്തേക്ക് ഈ ബട്ടർ വെച്ച് കൊടുക്കാൻ പാടുള്ളൂ.
ബണ്ണിൻ്റെ അകത്ത് ചൂടുണ്ടെന്ന് വെച്ചാൽ ബട്ടർ മെൽറ്റ് ആകും. ഇതുപോലെ നമുക്ക് ബാക്കി എല്ലാ ബണ്ണിൻ്റെ ഉള്ളിലും നമുക്ക് ഈ ബട്ടറിൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കാറുള്ള പോലത്തെ ക്രീം ബണ്ണുകൾ ഇതുപോലെ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആരും മുതൽ ബേക്കറിയിൽ നിന്ന് വാങ്ങാൻ നിൽക്കണ്ട, നിങ്ങൾ വീട്ടിലും ഒരു തവണ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഈ റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. കൂടുതൽ റെസിപ്പികൾ കാണാനായി എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.